പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഒട്ടേറെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു സംശയമാണ്. സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷം എയ്ഡഡ് ഗവൺമെൻറ് കോളേജിലെ എയ്ഡഡ് കോഴ്സുകളിൽ എത്ര സീറ്റ് വേക്കൻസി ഉണ്ട് എന്ന് എങ്ങനെ അറിയാമെന്ന് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ സെൽഫ് ഫിനാൻസിങ് കോഴ്സിൻ്റെതും ഇതിൽ നിന്ന് അറിയാം. പക്ഷേ നമ്മളിവിടെ ഇപ്പോൾ പറയുന്നത് എയ്ഡഡ് കോഴ്സിൻ്റെതാണ്. ഇതിൽ സെൽഫ് ഫിനാൻസിങ് കോഴ്സും അറിയാവുന്നതാണ്. എല്ലാവരും ഇനി വെയിറ്റ് ചെയ്യുന്നത് എയ്ഡഡ് പ്രോഗ്രാമുകളുടെ റാങ്ക് ലിസ്റ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ എയ്ഡഡ് പ്രോഗ്രാം. ഇതിൻ്റെ കൂടെ നമുക്ക് സെൽഫ് ഫിനാൻസിങ് പ്രോഗ്രാമുകളും നോക്കാവുന്നതാണ്. നമ്മൾ ആദ്യം തന്നെ ഗവൺമെൻറ് കോളേജ് മലപ്പുറം നമ്മൾ നോക്കാം. ഒരു ഉദാഹരണം, ഒന്നോ രണ്ടോ ഉദാഹരണങ്ങൾ നമുക്ക് നോക്കിപ്പോകാം. ഗവൺമെൻറ് കോളേജ് മലപ്പുറം ഇവിടെ നോക്കാം. മെറിറ്റ് സീറ്റിൽ എല്ലാ കോഴ്സിനും ജനറൽ വിഭാഗത്തിൽ സീറ്റ് എന്താണ് ഫുള്ളായിട്ടുണ്ട്. ഇനി ഇവിടെ ഉള്ളത് ഈയവ വിഭാഗത്തിലാണ് BA ഉറുദുവിനും BA അറബിക്കിനും സീറ്റ് വേക്കൻസി ഉള്ളത്. BA കെമിസ്ട്രിക്കും സീറ്റ് വേക്കൻസി ഉള്ളത്. പിന്നെ SC ST സീറ്റുകൾ പല കോഴ്സുകൾക്കും ഉണ്ട്. ഇങ്ങനെ നമ്മൾ ഏതൊക്കെ കോളേജിലാണോ അപേക്ഷിച്ചിട്ടുള്ളത് അവിടുത്തെ റാങ്ക് ലിസ്റ്റ് വരുന്നതിന് മുമ്പ് എത്ര സീറ്റ് വേക്കൻസി ഉണ്ട് എന്ന് നമുക്കിതിൽ നിന്ന് അറിയാൻ സാധിക്കും. ഗവൺമെൻറ് കോളേജ് മീഞ്ചന്ത, ഗവൺമെൻറ് കോളേജ് മീഞ്ചന്തയിൽ ഉള്ളത് BA മലയാളത്തിന് ജനറൽ ഉണ്ട്, BA ഹിന്ദിക്ക് ജനറൽ ഉണ്ട്, BSc സുവോളജിക്ക് ജനറൽ ഉണ്ട്, BSc മാത്തമാറ്റിക്സിന് ജനറൽ ഉണ്ട്. ഓപ്പൺ എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതാണ്. ഓപ്പൺ എന്ന് പറയുന്നത് ഓപ്പൺ ആര് എന്ന് നിങ്ങൾ ഉണ്ടാക്കേണ്ട. അത് മുസ്ലിമിന് അവകാശപ്പെട്ടതാണ്, അത് ഈയവക്ക് അവകാശപ്പെട്ടതാണ്, അത് OBXന് അവകാശപ്പെട്ടത്, അത് OBHന് അവകാശപ്പെട്ട, SCക്ക് അവകാശമാണ്, STക്ക് അവകാശപ്പെട്ടതാണ്, EWC. ഇത് എല്ലാവരും ഉൾക്കൊള്ളുന്നതാണ് ഓപ്പൺ എന്ന് പറയുന്നത്. അപേക്ഷിച്ച് എല്ലാവരും ഓപ്പണാണ്. എന്നാൽ കാറ്റഗറി വരുമ്പോൾ അതാത് കാറ്റഗറിക്കാണുള്ളത്. ഇങ്ങനെ ഓരോ കോളേജിലും നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഒരു എയ്ഡഡ് കോളേജ് എന്ന നിലയ്ക്ക് നമുക്കൊന്ന് നോക്കാവുന്നതാണ്. NSS കോളേജ് ഒറ്റപ്പാലം. NSS കോളേജ് ഒറ്റപ്പാലത്തിൽ BA ഇംഗ്ലീഷിന് 0, BA എക്കണോമിക്സിന് 2, BA ഹിസ്റ്ററിക്ക് 0, മലയാളത്തിന് 2, ഹിന്ദിക്ക് 3, ഇങ്ങനെയുള്ള ഓരോ കോഴ്സിൻ്റെ സീറ്റ് വേക്കൻസി. ഇനി റാങ്ക് ലിസ്റ്റാണ് പബ്ലിഷ് ചെയ്യുക. ഫൈനലായിട്ട് അടുത്ത ദിവസം തന്നെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ഈ ഒഴിവുള്ള സീറ്റ് നികത്തുന്നതിന് വേണ്ടിയിട്ട് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളെ കോൺടാക്റ്റ് ചെയ്തിട്ടായിരിക്കും ഇനിയുള്ള അഡ്മിഷൻ എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. ഇങ്ങനെ നിങ്ങൾ അപേക്ഷിച്ച കോളേജിൻ്റെ ഇതൊക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.